മദ്രസ വേണ്ട എന്ന വരിയിലായി A+ വേണമെന്ന നിലയിലായി എഴുതിയ കവിതയിൽ നിന്ന് 3 ഇതും പ്രസ്തുത ബാക്കവി തന്നെയാ പാടുന്നതും. പല കാര്യവും ഞാൻ ഈ രചനയിൽ ചേർത്തിയതാ, റബ്ബിൻ്റെ തൗഫീഖോടിതെല്ലാം വന്നതാ. സ്കൂൾ ബസ് ഉടനെ വരുന്നതാണ്, അതുവരെ ഇരിക്കേണ്ട സ്ഥലമായി മാറി മദ്രസ മാന്യരെ. മക്കളുടെ ശ്രദ്ധ മുഴുവനും പുറത്താണ്, ശരീരമോ സുഹൃത്തുക്കളെ അകത്താണ്. പഠിക്കുന്നതിന് സമയമില്ലതുപോലെ, പഠിപ്പിക്കുവാൻ കഴിയില്ല വേണ്ടതുപോലെ. ചില കുട്ടികൾ വെക്കുന്നതാണ് പുസ്തകം, ഡെസ്കിൻ്റെ താഴെ ഉണ്ട് നല്ലൊരു ഭാഗം. ഓരോരോ ദിവസം പാഠവും മാറ്റുന്നതാ, മാറ്റിക്കഴിഞ്ഞാൽ പിന്നതും വെക്കുന്നതാ. ഏതാണ്ട് മദ്രസ ഇന്ന് ഈ ഒരു നിലയിലായി മാറിക്കഴിഞ്ഞു എന്നതാണ് സത്യമായി. വ്യത്യസ്തമായി കാണുന്നതാ ചിലതൊക്കെയും, അപൂർവമായി തന്നെയാണവയൊക്കെയും. ക്ലാസ്സിൽ മൊബൈൽ ഉപയോഗവും ശ്രദ്ധിക്കണം, അത്യാവശ്യം വേണ്ടുന്നതിന് എടുക്കണം. നിർദ്ദേശമല്ലുണർത്തിയതാണെന്നറിയണേ, അധ്യാപകർക്കും ബാധ്യത തന്നാണ്. എഴുതിയതിൽ വെറുപ്പൊന്നുമേ ഇല്ലാതെ കേൾക്കേണ്ടതാണിവയൊക്കെയും മുഷിയാതെ. വേണ്ടുന്നതാ കമ്മിറ്റ്മെന്റ് പൊന്നെ, അനിവാര്യമായൊരു സംഗതിയും തന്നെ. അത് ഏത് ജോലിയിലായിരുന്നാൽ തന്നെയും അത്യാവശ്യം തന്നാണ് ആർക്കും എവിടെയും. അതിരാവിലെ ഉസ്താദ്മാര് ബൈക്കിൽ കുതിച്ചോട്ടമാണവരെത്തുവാനും മദ്രസിൽ. സ്പീഡധികമാ കൺട്രോൾ പോകൽ വാസ്തവം, നാമത്ര കേട്ടതുമാണ് നിരവധി സംഭവം. ഇന്നെത്രയാണ് അപകടം നടക്കുന്നതും, മക്കൾ യതീമായി തന്നെയും മാറുന്നതും. അവർക്കുള്ള ഭാര്യ മക്കളും കണ്ണീരില, തോരാതെ തന്നത് ഉറ്റി ഉറ്റി വീഴല. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ വേണ്ടതാ, ബഹുമാനമുള്ള ഉസ്താദുമാരറിയേണ്ടതാ. പലരും പറഞ്ഞ കാര്യം ഞാൻ ഈ കവിതയിൽ ഉണർത്തിയതാണ്, ഓർമ്മിക്കുവാനും സത്യമിൽ. ഉസ്താദുമാർക്ക് മാത്രമല്ലിത് ബാധകം, ഓർക്കേണ്ടതാണ് എല്ലാവരും ഈ വാചകം. ചിലരുണ്ട് ബൈക്കിൽ കയറി എന്നാൽ പിന്നെ പോകുന്നതാണ് അവർക്കുള്ള ബോധം പൊന്നെ. ആ രീതിയിൽ തന്നാണ് അവരുടെ പോക്കും, ഒരു മിന്നലാണ് കുതിര പോലും തോൽക്കും. ആക്സിഡന്റ് പറ്റി പിന്നെ കൈയും കാലും പൊട്ടിപ്പിളർന്ന് കിടക്കലാണ് വീട്ടിലും. ഒരു ജോലിക്കും കഴിയാതെ എന്നും അവശത സഹിക്കുന്നതാണ് അവർ എന്നും കഷ്ടത. ഈ രീതിയിൽ കഴിയുന്ന നിരവധി പേരാ നമുക്കുള്ള ചുറ്റും ഉള്ളതും ഒരു നേരാ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബോധ്യമായി, ഞാനിത്ര സ്പീഡിൽ വന്നതേറെ അബദ്ധമായി. ചെറുപ്രായക്കാരാ ചോര തിളക്കും സമയമാ, ആക്സിഡന്റ് വന്നാൽ പിന്നെ തീരാ നഷ്ടമാ. ഹെൽമറ്റ് ലൈസൻസ് ഒന്നുമേ അവർക്കില്ല, ഒരു മനുഷ്യനെയും പേടി തീരയുമില്ല. പെൺകുട്ടികൾ ചിലരുണ്ട് 3 പേരുമായി, ബൈക്കിൽ കറക്കം തന്നെയും ഒരു ഹോബിയായി. നിയന്ത്രണം പാടില്ലവർക്ക് ഒരിക്കലും, ഹയാവും നശിച്ചു എല്ലാ നിലയിലും.
നിയമങ്ങളും പരമാവധി പാലിക്കണം. അതിരാവ് പകല് എന്നതില്ലെന്നോർക്കണം. ഒരു 3 പേരും ഇരുന്ന് ബൈക്ക് യാത്രയും ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ നാം എവിടെയും. പരമാവധി നാം കരുതലാണ് വേണ്ടതും. റബ്ബിൻ്റെ തഖ്ദീറാണ് പിന്നെ വരുന്നതും. അല്ലാഹു ജല്ല ജലാലവൻ നമുക്കെന്നും സംരക്ഷണം നൽകട്ടെ ഇന്നും അന്നും. തിരുമുസ്തഫ നബിക്കും സഹാബത്താലിനും സലാത്തും സലാമും ചൊരി റബ്ബേ എന്നും.